ഇന്ന് ഞാനൊരു നല്ല മരുന്നുമായിട്ടോട്ട് വന്നിരിക്കുന്നത്. ഈ മരുന്ന് നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ മിക്ക 90% ആൾക്കാർക്കും മുട്ടുവേദനയും കാലുവേദനയും ഉണ്ട് അല്ലേ. അപ്പോൾ ആ കാലുവേദനയും മുട്ടുവേദനയും മാറാനുള്ള ഒരു ഒറ്റ മരുന്നാണ് കേട്ടോ ഇത്. ഉറപ്പാണ് നിങ്ങൾക്ക് മുട്ടുവേദന മാറി കിട്ടുന്നതായിരിക്കും. പക്ഷെ മൂത്ത വേദന എന്നല്ലാണ്ട് ഞാൻ പറയുന്നത് തുടക്കത്തിലുള്ള വേദന മാറി കിട്ടുന്നതായിരിക്കും. അതുമാതിരി തന്നെ തൽക്കാലത്തിനുള്ള വേദനയും ഈ കിഴി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അതിനുവേണ്ടി 3 സാധനങ്ങൾ വേണ്ടു. നമ്മളെ തേങ്ങ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന തേങ്ങ ചിരക്കിയിട്ടോ ഒരു പിടി, നമ്മൾ ആർക്കാണോ ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു പിടി അവരുടെ കൈകൊണ്ട്. അതേമാതിരി ഒരു പിടി ഉലുവ, ഒരു പിടി എരിക്കിൻ്റെ ഇല. അപ്പോൾ എരിക്കിൻ്റെ ഇല എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ, പറയാത്ത കുട്ടികൾക്ക് ഇതാ കാണിക്കുന്നു കേട്ടോ. അപ്പം ഇത് 3 സാധനം മാത്രമേ വേണ്ടൂ. കടുകെണ്ണ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൈലം. ഇത് 3ഉം കൂടി ഒരു ചീഞ്ചട്ടിയിലിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. ഉലുവയും തേങ്ങയും എരിക്കിൻ്റെ ഇലയും കൂടി നല്ലോണം ചൂടാക്കണം കേട്ടോ, പച്ചവാസന പോകുന്നവരെ കണ്ടു. ഇതേമാതിരി വാടണം ഇല. വാടിയ ശേഷം നമുക്ക് ഇതേമാതിരി വെള്ളം ഒരു തുണി എടുത്തിട്ട് അതിലൊരു കിഴിമാരി കെട്ടി നമുക്ക് എവിടെയാണോ വേദന അതവിടെ വെക്കാം. എവിടെയാണോ വേദനയുള്ളടുത്ത് കടുകെണ്ണ പരട്ടി കൊടുക്കുക. കടുകെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തൈലങ്ങൾ, ആയുർവേദ തൈലുണ്ടല്ലോ, അത് വേദനയ്ക്കുള്ളത് പരട്ടിയാലും മതി കേട്ടോ. അങ്ങനെ പരട്ടിയിട്ട് ഈ തൈലത്തിന്റെ മേലെ വേണം നമ്മൾ ഈ കിഴി കെട്ടാൻ. നമ്മൾ ചൂടോടുകൂടി നമ്മൾ നല്ലോണം ചൂടാക്കിയതല്ലേ, നല്ല വഴട്ടി ചൂടാക്കിയ ഈ കിഴി ഉണ്ടല്ലോ, ഈ കിഴി നമുക്ക് എവിടെയാണോ വേദന ആ ഭാഗത്ത് ഇങ്ങനെ ഒത്തി കൊടുക്കുക. നല്ല കേട്ടോ, എനിക്ക് അനുഭവമാണ്, അതുകൊണ്ടാണ് പറയണത്. ഇതെന്തായാലും നിങ്ങൾ മുട്ടുവേദനയുള്ളവരും ജോയിന്റ് വേദനയുള്ളവരും ഇതെന്തായാലും ചെയ്തു നോക്കുക. നല്ലോണം വേദനയെങ്കിൽ ഡോക്ടറെ അടുത്ത് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 100% ഇത് പറയാം, ഗ്യാരണ്ടി പറയാം, വേദന കുറയുന്നുള്ളത്. മുട്ടുവേദന തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കിഴി കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന വരില്ല. അതിന് കൂടെ മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ വേദന മാറുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.